കൊല്ലം ജില്ലയിൽ വെച്ചാണ് CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അവിടെയൊന്നും അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള, അതായത് കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള മുകേഷിനെ കാണാൻ പോലുമില്ല. അതെന്താണ് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളാണ് പല നേതാക്കൾ കൊടുക്കുന്നത്. ഏതായാലും MV ഗോവിന്ദൻ പറയുന്നത്, മുകേഷിനെതിരെ പല ലൈംഗിക ആരോപണ കേസുകളും വരുമ്പോൾ അത് പ്രഥമ ദൃഷ്ടിയാൽ സംശയമുണ്ടെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം തെറിപ്പിച്ചാൽ പിന്നീട് അദ്ദേഹത്തിനെതിരെ ആ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം തിരിച്ച് വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ മറുപടി. അതായത് മുകേഷ് എന്ന വ്യക്തിയെ ജനങ്ങൾ എത്രത്തോളം വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് MV ഗോവിന്ദൻ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു തരംഗം വീണ്ടും ആഞ്ഞടിച്ചപ്പോഴും മുകേഷ് കേവലം 2000 വോട്ടുകൾക്ക് മാത്രമാണ് കഷ്ടിച്ച് കടന്നുകൂടിയത്. 17,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുകേഷിന് കേവലം 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയുള്ളൂ. ഏതായാലും ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കില്ല. അദ്ദേഹത്തിന് സിനിമാ മേഖലയിലുള്ള പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, സിദ്ദിഖിനും. അവിടെ പാർട്ടിക്ക് പ്രസക്തിയൊന്നുമില്ല. ഏത് പാർട്ടി ആയിരുന്നാലും ആളുകൾ നല്ല രീതിയിലല്ല പെരുമാറ്റമെങ്കിൽ തഴഞ്ഞിരിക്കും ആളുകളുടെ മനസ്സിൽ. അവർക്ക് കലാകാരന്മാരാണെങ്കിൽ പോലും അവർക്ക് സ്ഥാനം കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. മുകേഷ് അടിസ്ഥാനപരമായി പാർട്ടി പ്രവർത്തകനുമല്ല, പാർട്ടിയുമായി ഒരു പുലബന്ധവും കാണിച്ചിട്ടുമില്ല. പണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവായ മാധവൻ പാർട്ടിയുടെ നേതൃത്വവുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആകെ മുകേഷിന് പാർട്ടിയുമായുള്ള ഒരു തുമ്മിയാൽ തെറിച്ച ബന്ധം എന്നുള്ളതാണ് വ്യക്തം. എന്നിട്ടും അദ്ദേഹത്തിനെ കൊല്ലത്ത് പിടിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രനെതിരെ സ്ഥാനാർത്ഥിയാക്കി. ഫലമോ 1.5 ലക്ഷം വോട്ടിന് അദ്ദേഹത്തിനെ പൊട്ടിച്ച് കൈ കൊടുത്തു നാട്ടുകാർ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പരിഭവമൊന്നും മാറിയിട്ടില്ല. പാർട്ടി കൃത്യസമയത്ത് തൻ്റെ ഈ വിഷയങ്ങളിലൊന്നും തനിക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല എന്നുള്ള വിഷമം മാത്രമാണ് മുകേഷിന് ബാക്കിയായി ഉള്ളതെന്നുള്ളതാണ് വ്യക്തം. ഏതായാലും കൊല്ലത്ത് മരുന്നിന് പോലും മുകേഷിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ളത് പാർട്ടി നേതാക്കൾക്ക് വലിയ രീതിയിൽ ആശ്വാസകരമാണ് എന്ന് പറയുന്നവരും അനേകമാണ്. മുകേഷിൻ്റെ തീവ്രത അളക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് നമുക്കറിയാം, പണ്ട് കുടുംബശ്രീ പ്രവർത്തകയെ വിളിച്ചു വരുത്തി എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് പാലക്കാടുള്ള നേതാവായ ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ തീവ്രത അളക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു സന്ദേശം വന്നിരുന്നു. പാർട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന, അതായത് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുന്നത് PK ശ്രീമതിയെ അധ്യക്ഷയാക്കിക്കൊണ്ടാണ് എന്നുള്ളത് പരക്കെ പറയുമായിരുന്നു. എന്തു തന്നെ ആയിരുന്നാലും മുകേഷിൻ്റെ തീവ്രത ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് പാർട്ടി നേതാക്കളുടെ ഒളിഞ്ഞുള്ള സംസാരം.